ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ തിങ്കളാഴ്ച എന്ന് പറയുന്നത് വിഷുവാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ സൺഡേ. ഈ രണ്ട് ഹോളിഡേയ്സ് അടുത്തടുത്തുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ഒരു ചെറിയൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തു, എവിടേക്കാണ് പോകണമെന്നുള്ള എല്ലാ ലിസ്റ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഭക്ഷണം കംപ്ലീറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത കുറച്ച് വെജിറ്റബിൾസൊക്കെ കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്, ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തൽക്കാലം അതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറികളൊക്കെ മാത്രമേ നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അതൊക്കെ മതിയല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനും പിന്നെ വൈകുന്നേരം കഴിക്കാനും കൂടെ ആയിട്ടൊരു പൊതിച്ചോറ് തയ്യാറാക്കുകയാണ്, അധികം കറികളൊന്നും ഇല്ലാതെ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വേറെ എന്താണ്, പിന്നെ യാത്രയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞു പോവാം. അപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യാം. നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. പിന്നെ നമുക്ക് എന്തായാലും കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയെന്നല്ല കേട്ടോ. ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും തുടക്കത്തിൽ തന്നെ ഞാൻ കലണ്ടർ നല്ലപോലെ ഒന്ന് അരിച്ചു പറക്കാറുണ്ട്. ഓരോ മാസത്തിലും പബ്ലിക് ഹോളിഡേയ്സ് വരുന്നത് എപ്പോഴാണ്, എന്തൊക്കെയാണ് ഓരോ മാസത്തെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കലണ്ടറിൽ നിന്ന് തന്നെ ഞാൻ നോക്കി മനസ്സിലാക്കാറുണ്ട്. ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കലണ്ടറിൽ ഒരുപാട് പബ്ലിക് ഹോളിഡേയ്സ് കണ്ടു. പക്ഷേ ഈ കാണുന്ന എല്ലാ പബ്ലിക് ഹോളിഡേയ്സിലും അനൂപിൻ്റെ കമ്പനിക്ക് ഓഫൊന്നും കിട്ടാറില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ മാത്രമാണ് അനൂപിന് ലീവ് കിട്ടുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈ മന്തിൽ സൺഡേ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ഉണ്ട്. ഈ പബ്ലിക് ഹോളിഡേക്ക് അനൂപിന് വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം കൺഫേം ആക്കണം. ലീവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഞാൻ തന്നെയാണ്. കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നെങ്കിലും നമ്മൾ രണ്ടുപേരുടെ തീരുമാനങ്ങളും മാനിച്ചുകൊണ്ട് ഒരു 1.5 മണിക്കൂർ നീളുന്ന ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഫൈനൽ പ്ലേസ് ഫിക്സ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യാത്രയുടെ നേരത്തെ നടത്തിയ പ്ലാനിങ്സിനെ കുറിച്ചാണ്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ഡേയിലേക്ക് വരാം. സമയം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല വീട്ടിലുള്ള അത്യാവശ്യം പണികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിൾസ് മിച്ചം ഇരിപ്പുണ്ട്. ഈ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങ് ഇല്ലാതായി പോവും. അതൊഴിവാക്കാനായിട്ട് ഇന്നൊരു ചെറിയ ഊണ് തയ്യാറാക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാനിങ്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇന്ന് ആദ്യമായിട്ടാണ് പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക വാങ്ങുന്നത്. ഒരു 2 ദിവസം മുന്നേ നമ്മുടെ കസിൻസ് നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ ഈ പാവയ്ക്കയെ പറ്റിയുള്ള ഒരുപാട് ഗുണങ്ങളും ബെനിഫിറ്റ്സും അതിനകത്തുള്ള വൈറ്റമിൻസിനെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമുക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണെന്ന് അറിയാമെങ്കിൽ തന്നെയും ഇത് ഞങ്ങളധികം അങ്ങനെ വാങ്ങിയിട്ടുമില്ല, കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ല. അങ്ങനെ നല്ലൊരു എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി തുടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പാവയ്ക്ക വാങ്ങി കുക്ക് ചെയ്ത് കഴിച്ച് നോക്കണം എന്ന്. അങ്ങനെ വാങ്ങിയ പാവയ്ക്കയാണ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി. തീരുമാനമൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്തു വരാനായിട്ട് നല്ല പോലെ പ്രയാസമുള്ളൊരു കാര്യവും കൂടെയാണേ. ഞാൻ പൊതുവേ അധികം ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ കുക്കിംഗ് ഒക്കെ വളരെ സ്ലോ ആണ്. ഞാൻ നല്ലപോലെ ടൈം എടുത്താണ് കുക്ക് ചെയ്യാറ്. ഞാൻ ചില വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട്, ഒരേ സമയത്ത് 3-4 വിഭവങ്ങളൊക്കെ തയ്യാറാക്കും, അതും വളരെ സ്പീഡിൽ തയ്യാറാക്കും. അതൊരു പ്രത്യേക കഴിവാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഞാൻ ബാക്കിലോട്ടാണ്. കുക്കിംഗ് മാത്രമല്ല കേട്ടോ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് പാക്കിംഗ് എല്ലാം ചെയ്യാനുണ്ട്, നമ്മുടെ പെറ്റ്സിന് ഫുഡ് കൊടുക്കാനുണ്ട്, വീടൊന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട്, അതോടൊപ്പം നമുക്കും ഒന്ന് റെഡിയാകാനുണ്ട്. ഇത്രയും ടാസ്കുകളാണ് നമുക്കിന്ന് ചെയ്ത് തീർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ കുറച്ച് സ്ലോ ആയി വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് കുറച്ച് ധൃതി കാണിക്കേണ്ടി വരും. യാത്ര പോകുന്നതിന് മുമ്പേ ചെയ്ത് തീർക്കാനുള്ള ഓരോ കാര്യങ്ങളും ഓരോ ടാസ്കും നല്ലപോലെ ടൈം എടുത്തിട്ട് അധികം ധൃതിയൊന്നും കാണിക്കാതെ കുറച്ച് ബോധത്തോടെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് തീർത്താലേ യാത്ര പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ തോന്നാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്ത് തീർക്കാനും ഞാനൊരു ടൈം ഫിക്സ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുക്കിങ്ങിന് ഞാനൊരു 2 hours കൊടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട്, അതും നിന്ന് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ടയേർഡ്നെസ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് റെസ്റ്റിംഗ് ടൈമും കൂടെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം.
പാക്കിങ്ങിന് എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ നമുക്ക് ആവശ്യം വരും. ആ ഒരു ടൈം പാക്കിങ്ങിന് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. വീട്ടിനകത്തും പുറത്തും നമുക്ക് ക്ലീനിങ് ചെയ്യാനുണ്ട്. ഇത് അത്രയ്ക്ക് വലിയൊരു ടാസ്ക് ഒന്നുമല്ല. ക്ലീനിങ് ഒക്കെ ഒരു 20 മിനിറ്റ്സിനകത്ത് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റിയൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആവാനുണ്ട്. അതിനെന്തായാലും കൂടിപ്പോയാൽ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ ടൈം ഫിക്സ് ചെയ്തിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സലാഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് പാവയ്ക്ക വിഴുക്കുവരട്ടിയാണ്. പാവയ്ക്ക വിഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചെറിയ കയ്പുണ്ട്, അതുപോലെ പാവയ്ക്ക കയ്പ് കാണുമല്ലോ. പിന്നെ ഇത് പടവലങ്ങ വിഴുക്കുവരട്ടിയാണ്. 2 വിഴുക്കുവരട്ടി ഞങ്ങൾ തയ്യാറാക്കി. ഇത് പടവലങ്ങ വിഴുക്കുവരട്ടിയാണ്. ഇനി ചമ്മന്തി വയ്ക്കണം, പിന്നെ ഒരു തോരനും കൂടെ വയ്ക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം കഴിയും. ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിയും. കുക്കിംഗ് ഒക്കെ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാവയ്ക്ക വിഴുക്കും ഒരു പടവലങ്ങ വിഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് ഇലയിലേക്ക് മാറ്റാം. ഇത് രണ്ടും റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട്. മുന്നിലോട്ടിനി നല്ല സമയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിനി ഒരു ഐറ്റവും കൂടെ തയ്യാറാക്കാനുണ്ട്. ഒരു തോരൻ നമുക്ക് തയ്യാറാക്കാനുണ്ട്. പച്ചക്കറികളൊക്കെ ബാക്കി വന്നതിൽ 2 ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഉണ്ടായിരുന്നു. നമുക്ക് ഇവന്മാരെ ഒരുമിച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കാം. ഇതിന് മുന്നേ ഞാൻ പൊതിച്ചോറ് തയ്യാറാക്കിയപ്പോൾ അതിൽ തോരനും ചമ്മന്തിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ ഈ 2 കാര്യങ്ങളും നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പൊതിച്ചോറ് തയ്യാറാക്കിയപ്പോൾ എന്തായാലും ഒരു തോരനും ഒരു ചമ്മന്തിയും വേണം എന്നുള്ളത് ഞാൻ നേരത്തെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാതെ തന്നെ നമുക്കൊരു തോരൻ തയ്യാറാക്കണം. അതോടൊപ്പം ചമ്മന്തി നമുക്ക് തയ്യാറാക്കണം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ കുക്കിംഗ് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അനൂപും കൂടെ ഉണ്ട്. വെജിറ്റബിൾസ് എല്ലാം എനിക്ക് കട്ട് ചെയ്ത് തരുന്നത് അനൂപാണ്. അതിനനുസരിച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. 2 പേരും കൂടെ ചേർന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ അധികം സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ നമുക്കൊരു ഊണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതുകൊണ്ട് നമ്മൾ 2 പേരും കൂടെ ചേർന്ന് തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, അനൂപും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിന് വേണ്ടി ഒരു 2 മണിക്കൂറാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരു സമയത്തിനകത്ത് തന്നെ നമുക്ക് കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു തേങ്ങാ ചമ്മന്തി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതോടൊപ്പം സലാഡും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് തക്കാളി നമുക്ക് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റാക്കി കളയാതെയാണ് നമ്മൾ ഈ ഒരു സലാഡ് തയ്യാറാക്കിയിരിക്കുന്നത്. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ ഇലയിലേക്ക് മാറ്റാം. ബാക്കി വന്ന പച്ചക്കറികളൊക്കെ ഇത്രയാണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കറികളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ചോറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. അതെല്ലാം നമ്മൾ ഇലയിലേക്ക് മാറ്റുകയും ചെയ്തു. കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളിൽ പകുതിയും കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇനി മുന്നിലോട്ട് നല്ല സമയമുണ്ട്. അതിനനുസരിച്ച് ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ചെയ്ത് തീർക്കാം. വീടൊന്ന് വൃത്തിയാക്കണം, പെറ്റ്സിന് ഫുഡ് കൊടുക്കണം, അതോടൊപ്പം നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആകുകയും ചെയ്യണം. അതിനുശേഷമാണ് പാക്കിംഗ് ചെയ്യാനുള്ളത്. ഈ ഒരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കരുതണം എന്നുള്ളൊരു ലിസ്റ്റ് ഓൾറെഡി തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നത് എന്നുള്ളതും ആ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് പാക്കിംഗ് എല്ലാം ചെയ്തത്. ഈ ലിസ്റ്റ് നോക്കി പാക്കിംഗ് ചെയ്തപ്പോൾ വളരെ എളുപ്പമുള്ളതായിട്ട് തോന്നി. അങ്ങനെ തന്നെയാണ് ഇതുവരെയും ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യത്തില്ല ഇതുപോലെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കിയ ഫുഡും കൂടെ ഒന്ന് എടുത്ത് വെക്കാനായിട്ടുണ്ട്. ഞാൻ പിടിക്കണോ? ഇരിക്കുമല്ലോ ചെറുതേ. അണ്ട് ഇത് വെക്കാം. പിന്നെ സ്പൂണും ഫോർക്കും. അത് ഇല പൊട്ടി കാണും, അതുകൊണ്ടാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. സ്പൂണ്, ഫോർക്ക്. എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. കൃത്യം 2 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആ ഇറങ്ങിയ സമയത്ത് ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ടൈം പറഞ്ഞത്.
വെള്ളായണി ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എപ്പോഴൊക്കെ ദൂരയാത്ര പോയാലും നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് യാത്ര തിരിക്കുന്നത്. ഈ പ്രാവശ്യവും നമ്മളത് മുടങ്ങാതെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇന്നത്തെ ദിവസം വളരെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മൾ പോകുന്നത് കോട്ടയത്തോട്ടാണ്. ഈ വരുന്ന 2 ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കോട്ടയത്താണ്. എല്ലാം ബാക്കിയുള്ള വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നതാണ്. 1.5 മണിക്കൂറോളം ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഇപ്പം നല്ല വിശപ്പുണ്ട്. ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സമയം 4:10 വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 2 മണിക്കാണേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെയും എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുപാട് ധൃതി ഒന്നും കാണിക്കാതെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് വളരെ റിലാക്സ് ആയിട്ട് പെട്ടെന്നൊരു ധൃതി ഒന്നും കാണിക്കാതെ സമാധാനത്തിൽ ഇറങ്ങണം എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് കൂടുതലും നമ്മൾ യാത്ര പോകുന്നതും. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഒരുപാട് ധൃതി ഒന്നും കൂട്ടാതെ നമ്മൾ നേരത്തെ തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ചാണ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ റെഡി ആയത്. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിട്ട് അങ്ങനെ ധൃതി ഒന്നും കാണിക്കാതെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അതായത് നമ്മളിപ്പോൾ കോട്ടയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലം ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ചാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്തതും അങ്ങനെ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതിനുശേഷം പിന്നെ എന്തൊക്കെ സാധനങ്ങൾ കരുതണം, എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. അതിനുശേഷം അതിനനുസരിച്ചാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇന്ന് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇല്ലാതാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ ഒരു ഓവർലോഡായി പോവും, ഈ ഫുഡ് തയ്യാറാക്കുന്നതും നമ്മൾ റെഡിയാവുന്നതും പിന്നെ പാക്കിങ്ങും പിന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കണം, ഇതെല്ലാം കൂടെ ഒരു വലിയ ലോഡായി പോവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് സമയമെടുത്ത് നമ്മുടെ ടൈം എടുത്ത് റിലാക്സ് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി ലോഡായി മാറിയില്ല. രാവിലെ തന്നെ നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി, കുളിച്ച് ഫ്രഷായി ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ലിസ്റ്റിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പാക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാം എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഇറങ്ങി കറക്റ്റ് നമ്മൾ റെഡി ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 മണിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടെ യാത്ര പോയാലും നമ്മൾ വെള്ളായണി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നടയിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി തൊഴുതു. എന്നിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇപ്പോൾ 4:15 4:12 നമ്മൾ വെഞ്ഞാറമ്മൂടെത്തി. ഇനി ജസ്റ്റ് ഒരു ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ബാക്കി നമുക്ക് വഴിയേ കാണാം.